Hi friends, welcome back to SHADI'S corner. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ഗുലാബ് ജാമുൻ. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോയിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ ബെല്ലിൻ്റെ ചിത്രം തെളിഞ്ഞു വരും. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഞെക്കിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടാണ് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ലേ, കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ചപ്പാത്തി ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ചെറുതായി കീറിയെടുക്കാം. ഈ ചപ്പാത്തി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ചപ്പാത്തി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാലൊഴിച്ച് നനയാൻ വേണ്ടി മാത്രം കുറച്ച് പാലൊഴിച്ച് ഇവിടെ നന്നായി കുഴച്ചെടുക്കും. ഉരുട്ടാൻ പാകത്തിന് മാത്രം പാലൊഴിച്ചാൽ മതി, വെള്ളം ഏറി പോവരുത്. ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളെടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. വലുപ്പമുള്ള ഉരുളകളാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാ ഇതും ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ 4 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. 4 ചപ്പാത്തിക്ക് അര കപ്പ് പാൽപ്പൊടി ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ അളവ് പറയാൻ മറന്നു പോയതാണ്. ഇതിന് 8 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിന് മുന്നേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 1.5 കപ്പ് ഷുഗർക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഗുലാബ് ജാമുൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണ് വരെ. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്ത് വരാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. ഗുലാബ് ജാമുൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഇതൊരു 10 മിനിറ്റ് ഇതിൽ തന്നെ വെക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് വരണം. അതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.